കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. മോശം മോശം മോശം. സാറും കുട്ടിയും കൂടി ഇവിടെ നിന്ന് കത്തിവെപ്പ് മാത്രമായിരുന്നോ അതോ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? മൂക്ക് വിടർത്തി മണം പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ആദ്യം വന്നത് ആസിയാണ്. ഫുഡ് ഉണ്ടാക്കിയാലും നിനക്ക് തരില്ല. അത്രയും നേരം തന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചവളുടെ മുഖം പെട്ടെന്നാ മാറിയേ. അവളുടെ കെറിവിക്കല് കണ്ടതും ഏതൻ അവളെ ഇത്തിരി കൗതുകത്തോടെ ഒന്ന് നോക്കി. അങ്ങനെ പറയല്ലേടി പൊന്നെ, നിന്റെ ഈ കൂട്ടുകാരൻ പാവമല്ലേ? ഒരു പാവമില്ല, ദുഷ്ടനാ. അത് എന്റെ കൊച്ചു സത്യമാ പറഞ്ഞത്. ഇവൻ അല്പം ദുഷ്ടൻ തന്നെയാണ്. പക്ഷെ ഞാൻ പാവമല്ലേ ആമ്പലൂട്ടി? അവളുടെ തൊട്ടിപ്പുറത്ത് വന്ന് തോളിലൂടെ കൈയിട്ടുകൊണ്ട് നൗഫി ചോദിച്ചതും പെണ്ണ് പിണങ്ങി നോക്കിയതല്ലാതെ അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. കാര്യം എന്താണെന്ന പോലെ ഏതൻ രണ്ടുപേരെയും പുരികം പൊക്കി ചോദിച്ചു. അവർ തന്റെ കണ്ണു പുറത്തേക്ക് കാണിച്ചതും ഏതിന് കാര്യം മനസ്സിലായ പോലെ തലയൊന്ന് ആട്ടി. അവർ കണ്ണു പുറത്തേക്കിട്ട് കാണിച്ചതും ഏതൻ ഒരിക്കൽ കൂടി അവളെ നോക്കി. എടി കൊച്ചെ, പിണങ്ങല്ലേടാ? ആടി, പിണങ്ങല്ലേ? വേണ്ട, ഞാൻ മിണ്ടൂല നിങ്ങളാരോടും. പെണ്ണപ്പോഴും പിണങ്ങി തന്നെ നിന്നു. രണ്ടുപേരും കൂടി ഏതനെ മുഖം ചുളുക്കി കാണിച്ച് അവളോട് ഒന്ന് സംസാരിക്കുമെന്നുള്ള രീതിയിൽ. എന്താ അമലു, എന്തിനാ ഇപ്പൊ പിണക്കം? അതുണ്ടല്ലോ, ഞങ്ങൾ എല്ലാരും കൂടി അല്ലേ ഇവിടേക്ക് വന്നേ. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടി അവിടെ നിന്നപ്പോൾ ഇവര് മൂന്നുപേരും മാത്രം മാറി നിന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചു. എന്നെ അവിടെ ഒറ്റയ്ക്കാക്കി. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവരെല്ലാം കൂടി എന്നോട് അകത്തെങ്ങാനും പോയിരിക്കാൻ പറഞ്ഞു. ഞാൻ മിണ്ടൂല. അവര് ചെയ്ത ഓരോ കാര്യങ്ങളും എണ്ണിപ്പറക്കി പറയുന്നവളെ ഏതൻ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി നിന്നു. മിണ്ടരുടി, ഇവരോട് മിണ്ടുകയേ ചെയ്യരുത്, എന്നോട് മാത്രം മിണ്ടിയാ മതി. ഓടിക്കയറി വന്നവള് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞതും പെണ്ണ് അവളോട് മുഖത്തേക്ക് നോക്കി മുഖം വെട്ടിച്ചു. ഇങ്ങനെ മുഖമൊക്കെ വെട്ടിച്ചാൽ പിടലി ഉളുക്കില്ലേ ചക്കരെ? രമു, പിണങ്ങല്ലേടി? കാര്യമുണ്ടായിട്ടല്ലേ നിന്നെ മാത്രം അകത്തേക്ക് വിട്ടത്? അത് കേൾക്കെ പെണ്ണിന്റെ കണ്ണൊന്ന് ചുരുങ്ങി. ആഹാ, ഇവളെ വിളിക്കാൻ വിട്ടിട്ട് മൂന്നും കൂടി ഇവിടെ നിന്ന് കാര്യം പറയുകയാണോ? ഒത്തുകൂടി കാര്യം പറയുന്നവരെ കണ്ട് അകത്തേക്ക് കയറിയ ടീച്ചർ എല്ലാവരെയും നോക്കിക്കൊണ്ടാ ചോദിച്ചത്. അതിന് ഇവൾ ഞങ്ങളോട് പിണങ്ങി നിൽക്കുവാ ടീച്ചറെ. പിന്നെങ്ങനെയാ കൂട്ടിക്കൊണ്ടുവരുന്നേ? ആര്? എന്റെ ആമ്പല് കൊച്ചോ? പിണങ്ങാനോ? എന്റെ കുട്ടിക്ക് അങ്ങനത്തെ ചീത്തശീലമൊന്നുമില്ല, അല്ലേടാ? ആർക്ക്? ഇവക്കോ? മൂന്ന് പേരും കൂടി കോറസ് പോലെയാ ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ മൂന്നിന്റെയും ശബ്ദം കേട്ട് ഏതെങ്കിലും ടീച്ചറും ഒരുപോലെ ഞെട്ടിപ്പോയി. പേടിപ്പിച്ച് കളഞ്ഞല്ലോ പിള്ളേരെ. അത് പിന്നെ ടീച്ചർ ഇത്രയും വലിയ തമാശയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങളൊന്ന് കൊട്ടിയതല്ലേ. തമാശയോ? എന്ത് തമാശ? എന്റെ പൊന്നു ടീച്ചറെ, ഈ ഇരിക്കുന്ന സാധനം ടീച്ചർ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളൊന്നുമല്ല. മനസ്സിലായില്ല? ടീച്ചർ ഏതനെയും മറ്റുള്ളവരെയും നോക്കിക്കൊണ്ട് അറിയാതെ പറഞ്ഞു. എന്റെ ടീച്ചറെ, നിങ്ങളുടെയൊക്കെ വിചാരം ഈ നിൽക്കുന്നത് ഭയങ്കര പാവമാണ്, കുരുത്തക്കേടൊന്നുമില്ല, ആരോടും തല്ലുവെക്കില്ല, ആരോടും പിണങ്ങി ഭയങ്കര നല്ല കുട്ടിയാണെന്നൊക്കെയല്ലേ? രമുവിനെ നോക്കി ടീച്ചർ അറിയാതെ തലയാട്ടിപ്പോയി. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവൾക്ക് പ്രിയപ്പെട്ട, ഇവളേറെ ഇഷ്ടത്തോടെ കാണുന്ന, ഇവൾക്ക് ഇവളായി നിൽക്കാൻ കഴിയുന്ന കുറച്ചുപേരുണ്ട്. ഇവളുടെ ഹൃദയത്തിന്റെ കംഫർട്ട് സോൺ. അവിടെ ഇവള് വേറൊരാളാണ്. രമു പുഞ്ചിരിയോടെ ആമ്പലിനെ നോക്കി. ആസിയുടെയും നൗഫലിന്റെയും നടുക്ക് ഉള്ള ഒരു കള്ളച്ചിരിയോടെ നിൽപ്പുണ്ട് പെണ്ണ്. ബാക്കി പറയ് രമ്യ. ഏതനായിരുന്നു തിടക്കം. അവളുടെ ആ രാജ്യത്ത് ഇവള് തല്ലുവെക്കും, പിണങ്ങും, വഴക്കുകൂടും, മുഖം വീർപ്പിക്കും, ഒറ്റ പറയും, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഒന്നും പറയണ്ട. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഒരു കൊച്ചു കുറുമ്പത്തിയ ആള് അല്ലേ? രമ്യ നീട്ടിയൊന്ന് മൂളി. പക്ഷെ ഇതൊന്നും എല്ലാരോടും ഇല്ല കേട്ടോ. എന്തിനാ? സ്വന്തം വീട്ടിൽ പോലും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് എന്നോടാണ്. പിന്നെ ഈ വാലുകൾ വന്നപ്പോൾ ഇപ്പൊ ഇവന്മാരോടും. അല്ലാതെ എന്റെ കൊച്ച് ആരോടും പിണങ്ങാനും വഴക്കുണ്ടാക്കാറും ഒന്നും പോവാറില്ല. അവർക്കിടയിലേക്ക് കയറി ആമ്പലുവിനെ കെട്ടിപ്പിടിച്ചത് പറയുമ്പോൾ അവൾ അറിയാതെ പേര് വിട്ടുപോയ ഒരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു. രമ്യ പറയുന്നത് കേട്ട് അമ്പരന്നാണ് ടീച്ചർ നിന്നെങ്കിൽ ഇവൾ തന്നോടും ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ളൊരു സാധാരണ ചിന്ത മാത്രമായിരുന്നു ഏതന്. ഇങ്ങനെ കാര്യം പറഞ്ഞു നിന്നാൽ മതിയോ? സമയം പോകുന്നുണ്ട്. നൗഫി പറയുമ്പോഴാണ് എല്ലാവരും അതിനെപ്പറ്റി ഓർക്കുന്നത്. ആ നേര, മോള് വന്നേ. ടീച്ചർ ആമ്പലിന്റെ കയ്യും പിടിച്ച് നടന്നതും ഇവള് പെട്ടെന്ന് എല്ലാവരെയും നോക്കി. ഞങ്ങളൊക്കെ പിന്നെ വരാം, നീ ഇപ്പൊ ടീച്ചറിന്റെ കൂടെ ചെല്ല്. രമ്യ പറഞ്ഞതും സംശയത്തോടെ അവള് ഏതിനെയാണ് നോക്കിയത്. അവനൊന്ന് കണ്ണു ചിമ്മി അവളോട് തലയാട്ടിയതും
പെണ്ണ് ടീച്ചറിന്റെ ഒപ്പം പയ്യെ നടന്നുപോയി. ഡി, ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട്, നമുക്കത് പോയി തീർക്കാം, വാ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് സാറിനോട് ഒന്ന് രണ്ട് കാര്യം സംസാരിക്കാനുണ്ട്. എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നിയതും കൂടുതലൊന്നും ചോദിക്കാതെ അവർ പോയി. അവര് അടുക്കളയിൽ നിന്നും ഇറങ്ങിയത് കണ്ടതും രമ്യ ഏതന്റെ നേരെ തിരിഞ്ഞു. ഒരിത്തിരി നേരം ഞാൻ സാറിനെ സാറായി കാണാതിരുന്നോട്ടെ? മനസ്സിലായില്ല. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം കാണാതിരുന്നോട്ടെ എന്ന് ചോദിച്ചതിന് മറുപടി താ. കുറച്ചു നേരത്തേക്ക് ഞാൻ നിന്റെ സാറാണെന്ന് കാണണ്ട. അവനത് പറയാൻ കാത്തിരുന്നതും പെണ്ണങ്ങോട്ട് തുടങ്ങി. എടോ മനുഷ്യ, ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവളെ ഏൽപ്പിച്ചിട്ടല്ലേ ഇറങ്ങിയത്? അവളെ നോക്കിക്കോണം എന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്താ ഇങ്ങള് ചെയ്തേ? ആ മർക്കോടന്റെ മുന്നിലേക്ക് അവളെ ഇട്ടുകൊടുത്തു അല്ലേ? എന്റെ ദൈവങ്ങളെ, പിന്നെ അങ്ങോട്ടൊരു പേമാരിയായിരുന്നു രമ്യ. ഒക്കെ കഴിഞ്ഞതും ഏതൻ അമ്പരന്നുകൊണ്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, കഴിഞ്ഞോ? തൽക്കാലം. അതും ഇന്നത്തെ ഈ പ്ലാൻ അറേഞ്ച് ചെയ്തോണ്ട് മാത്രം. അല്ലായിരുന്നേ ഒന്നും നോക്കില്ല, കൊന്നേനെ തന്നെ ഞാൻ. പെണ്ണ് കേറി കലിച്ചു. അയ്യോ, ഞാൻ പേടിച്ചു. അവൻ ഭയന്നുകൊണ്ട് ചിരിച്ച് പിന്നിലേക്ക് ചാടി. അത് കണ്ടതും രമ്യയും ചിരിച്ചു. അപ്പൊ എങ്ങനാ, തിരിച്ചെന്നെ സാറിന്റെ പോസ്റ്റിലേക്ക് എടുത്തോ? ഇല്ലേ, നിങ്ങൾ സാറാവണേലും നല്ലത് ബ്രോ ആവുന്നതാ മനുഷ്യ. നമ്മൾ പൊളിക്കും. എടി കുരുത്തം കേട്ടതേ. അവളെ തല്ലാനായി കൈയോങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഏതൻ കാണുന്നത് ഒരുങ്ങി ഇറങ്ങി വരുന്ന ആമ്പലിനെയാണ്. അത്ഭുതം കണ്ട പോലെ അവന്റെ കണ്ണുകൾ വിടർന്നു. കുറച്ചു മുന്നേ തന്റെ അരികിൽ നിന്നും പോയവളല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നും പോലെയുള്ള മാറ്റം. ശരിക്കും അത്രയ്ക്കും മാറ്റം. നേരത്തെ കാണുമ്പോൾ സാധാ ചുരിദാറിൽ മുടിയെല്ലാം കൂടി പിന്നിയിട്ട് ആള് ആകെ ഒരു ഇത്തിരി കുഞ്ഞ ലുക്കായിരുന്നു. എന്നാലിപ്പോ അമ്മ അവൾക്കായി വാങ്ങി നൽകിയ ഡ്രസ്സിൽ താൻ ചെന്ന് കയറിയ സമയത്ത് അവിടെ കണ്ടവൾ അതേ രൂപത്തിൽ. ഏതെന്റെ മനസ്സങ്ങ് നിറഞ്ഞു. അമ്മ വാശി പിടിച്ച് ധാവണി വാങ്ങുമ്പോൾ പോലും അത് അവളെ ഇടാറില്ല, ചുരിദാർ വല്ലതും എടുത്തു കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ച് താൻ അമ്മയോട് മുഷിഞ്ഞതാണ്. പക്ഷെ അമ്മയുടെ ഒറ്റ നിർബന്ധമായിരുന്നു ഈ വേഷം. അതെന്തായാലും നന്നായി എന്ന് തോന്നിയവന്. കുറച്ചു മുന്നേ പോലും തന്നോട് ദേഷ്യത്തിൽ പിണങ്ങിയിരുന്നവന്റെ മുഖത്തെ ഇപ്പോഴത്തെ ഈ സന്തോഷം, നിറഞ്ഞു നിൽക്കുന്ന ചിരി. ആമ്പലും അവനെ മനസ്സ് തുറന്ന് നോക്കി ചിരിച്ചു. ണ്ടള്ളോ, ഇത് ആരാപ്പം നിൽക്കുന്നേ? എടാ ആസി, ഇത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ മറ്റേ കാവിലി ഭഗവതി ടൈപ്പ് അല്ലേ? കാവിലി ഭഗവതിയോ നാട്ടിലെ ദേവിയോ, പൊന്നുമോളെ, നിന്നെ കാണാൻ മുടിഞ്ഞ ലുക്കാ കേട്ടോ. ആസിയും നൗഫിയും അപ്പുറം ഇപ്പുറവും നിന്ന് ഒരുപാട് സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ കണ്ണു മൊത്തം രമ്യയിലായിരുന്നു. ഉച്ചയ്ക്ക് താൻ അത്രയും കരഞ്ഞപ്പോൾ തനിക്കൊപ്പം കരഞ്ഞിട്ട് അത് മറ്റാരും കാണാതിരിക്കാൻ എല്ലാവരും പടവെട്ടിയ ആളാണ് ഇപ്പൊ ഈ നിമിഷം കണ്ണു നിറച്ച് തന്നെ നോക്കി നിൽക്കുന്നത്. ആമ്പലു എല്ലാവരുടെയും അടുത്ത് നിന്ന് നേരെ അവൾക്ക് മുന്നിലേക്ക് ചെന്ന് നിന്നു. ഭംഗിയില്ലേ രമു? ഒരുപാട്. അവളെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രമ്യ കുറച്ചു നേരം അങ്ങനെ നിന്നു. മതി മതി, ആവശ്യത്തിലധികം സെന്റി ഉച്ചയ്ക്ക് കഴിഞ്ഞു, ഇനി അതിവിടെ എടുക്കില്ല. രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്ന കണ്ട് ആസിയാണ് പെട്ടെന്ന് അവരെ പിടിച്ചു മാറ്റിയത്. ഈ ടീച്ചർക്ക് ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ടീച്ചർ പൊളിയായനെ അല്ലേടി രമു? എന്താ ഡ്രസ് സെൻസ്! നേരാ, നല്ല ഭംഗിയുണ്ട് അവൾക്ക്. അവളുടെ തോളിൽ ഒന്ന് അമർത്തിക്കൊണ്ട് രമു ടീച്ചറിനെ നോക്കി തലകുലുക്കി. ഡ്രസ്സ് രാമചന്ദ്രനാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ കമ്മലും വളയൊക്കെ എവിടുന്ന ടീച്ചറെ? എന്റെ പിറന്നാളിനെ എനിക്ക് ഇത് തന്നെ മതി കേട്ടോ. ഇതുപോലെ ധാവണി, ഇതുപോലെ ജുംക്ക, ഇതുപോലെ കൈ നിറയെ വള. രമ്യ ഇപ്പോഴേ ടീച്ചറിന് ഓർഡർ കൊടുത്തതും ഏതെന്റെ നോട്ടം ടീച്ചറും കണ്ടു. ഞാൻ പറഞ്ഞത് വല്ലതും ടീച്ചർ കേട്ടോ? ടീച്ചർ എന്തിനാ സാറിനെ നോക്കി നിൽക്കുന്നേ? നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു മോളെ. നിനക്കും ഇവർക്കും ഒക്കെ പിറന്നാളിന് ഡ്രസ്സ് ടീച്ചറുടെ വക തന്നെയാണ്. പിന്നെ അതിനൊപ്പം ഉള്ള സാധനങ്ങൾ. അമ്മയുടെ കണ്ണുകൾ തനിക്ക് നേരെയാണെന്നറിഞ്ഞുകൊണ്ട് ഏതൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. സാധനങ്ങൾ ഒന്നുമില്ല രമു, എല്ലാം വാങ്ങിത്തരാം. ഈ നേരം ഒരു കള്ളച്ചിരിയോടെ ഏതൻ ടേബിളിന്റെ മുകളിലെ ജാറിൽ നിന്നും ഇത്തിരി വെള്ളമെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന തിരക്കിലായിരുന്നു. ഉച്ചയ്ക്ക് അവളെ കണ്ടപ്പോഴേ കണ്ണിൽ ആദ്യം മുടക്കിയത് കാതിലെ ജിമിക്കിയും കൈ നിറയെ കുപ്പിവളകളുമായിരുന്നു. അതാ ആ നേരം തന്നെ അങ്ങനെ മനസ്സിലേക്ക് കൂടി. പിന്നീട് ഇതൊക്കെ ഊരിയിട്ട് പെണ്ണ് ഒരുമാതിരി വന്നപ്പോൾ ഉണ്ടായ ദേഷ്യത്തിന് അവൾക്കിട്ട് തന്നെ ഒന്ന് കൊടുക്കാനാ തോന്നിയത്. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി അവൾക്ക് അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ മുന്നേന്നും.
ആരെന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു പാവം. അത്രയും സന്തോഷത്തോടെ ഇരുന്നവളുടെ പിറന്നാള് ആകെ നാശമായെന്ന് തോന്നിയപ്പോഴാണ് ഇവിടേക്ക് വിളിച്ച് അവൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ, ഒരുപാട് സന്തോഷിക്കുന്ന രീതിയിൽ ഒരു കൊച്ചു പിറന്നാൾ ആഘോഷം നടത്താമെന്ന് ചിന്തിച്ചത്. അതാണപ്പോ പിന്നെ അവിടെ നിന്നും ഇറങ്ങിയത്. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ 3-4 മണിക്കൂർ എന്തായാലും വേണ്ടിയിരുന്നു. അതാണ് അമ്മയോട് പോലും പറയാതെ വൈകുന്നേരം അവളുമായി വന്നാൽ മതിയെന്ന് പറഞ്ഞേൽപ്പിച്ചത്. അവിടെ നിന്നിറങ്ങുമ്പോൾ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെയായിരുന്നു ഒരു ലേഡി സ്റ്റോറിൽ കയറുക എന്നുള്ളത്. അമ്മ ഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന ഓർമ്മയിലാണ് ആദ്യമായി ഒരു ലേഡി സ്റ്റോറിൽ കയറുന്നത്. ഇതിനു മുന്നേ ഒരിക്കൽ പോലും അങ്ങനെ ഒരിടത്തേക്ക് കയറേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ വല്ലാത്ത പരിഭ്രമം ആയിരുന്നു. അത് മനസ്സിലായതുപോലെ അസിസ്റ്റ് ചെയ്യാൻ ചെന്ന കുട്ടി നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ താനും ഓക്കെ ആയി. എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചതിന് വലിയ കമ്മലെന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയോ വീതിയും നീളമുള്ള സാധനങ്ങൾ ആ കൊച്ചു മുന്നിൽ കൊണ്ടുവന്ന് നിരത്തുന്ന കണ്ടു. അപ്പോഴാണ് ഇപ്പുറത്തെ സൈഡ് മുഴുവനും അടച്ചു വെച്ചിരിക്കുന്ന ജുംക്കിയിലേക്ക് കണ്ണുപോയത്. അതാണ് തനിക്ക് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ എത്ര നിരകളുള്ള ട്രേ ആണെന്നോ മുന്നിലേക്ക് കൊണ്ടുവച്ചത്. അതിൽ നിന്നും മനസ്സിലേക്ക് വന്ന കളർ തിരഞ്ഞെടുത്തു. പക്ഷെ ശരിക്കും പെട്ടുപോയത് വള തിരഞ്ഞെടുക്കുന്ന നേരത്താണ്. അവിടെ കളർ മാത്രം പോരല്ലോ, അളവും വേണ്ടേ. താനാകെ പെട്ടു നിൽക്കുകയാണെന്ന് തോന്നിയപ്പോൾ ആയിരിക്കും ആ കൊച്ചു ചോദിച്ചത് അവളുടെ കൈയുടെ എത്രയും വലിപ്പമുണ്ടോ എന്ന്. പക്ഷെ അതിലും ചെറുതു മതിയെന്ന് തോന്നി. ആ അളവിൽ എടുത്തപ്പോഴും അവൾ ഇട്ട് കാണുന്നവരെ ഒരങ്കലാപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇട്ട് കണ്ടപ്പോൾ പെർഫെക്റ്റ്. ഇത്തിരി കള്ളത്തരവും ഒത്തിരി കുറുമ്പും നിറഞ്ഞ പുഞ്ചിരിയോടെ ഏതൻ അവളെയും അവൾക്ക് ചുറ്റും നിൽക്കുന്ന കൂട്ടുകാരെ നോക്കി ടേബിളിലേക്ക് ചാരി നിന്നു. അതെ, നേരം പോകുന്നുണ്ട്, നമുക്കിനി അടുത്ത കാര്യപരിപാടിയിലേക്ക് കടക്കണ്ടേ? ഇനി എന്താ? ആകാംക്ഷയിൽ കണ്ണൊക്കെ വിടർത്തി ചോദ്യം വന്നതും ആസിയും നൗഫിയും ഏതനെ നോക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഇതിനിടയിൽ അവളുടെ കണ്ണു പൊത്തുകയും ചെയ്തു. നിന്റെ കണ്ണെന്തിനാ രമു പൊത്തുന്നേ? അതൊക്കെ ഉണ്ട് ചക്കരേ. പറയുന്നതിനൊപ്പം തന്നെ ആമ്പലിനെ കൊണ്ട് മെല്ലെ അവൾ അവിടെ നിന്നും നടന്നു. ഇതിനിടയിൽ പാവാട ഉയർത്തിപ്പിടിച്ച് വീഴലി എന്നൊക്കെ പറയുന്നുണ്ട് ടീച്ചറും അവളും നിന്ന്. അവസാനം ഹോളിൽ നിന്നും പുറത്തേക്ക് വന്നതും അവളുടെ കണ്ണിൽ നിന്നും രമു കൈമാറ്റി. വെള്ള കട്ടൻ പോലെ എന്തോ പിന്നിൽ നിവർത്തി നിറയെ ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ച് അതിന് നടക്ക് ഹാപ്പി ബർത്ത്ഡേ അമലു എന്നൊരു എഴുത്തുമായി ആകെ വെള്ളയും ചുവപ്പും മയം. കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഒപ്പം ഏതെന്നിലേക്ക് നോട്ടം പോവുകയും ചെയ്തു. ഇതായി ഈ പെണ്ണിന്റെ പ്രശ്നം, എന്ത് കണ്ടാലും മൂങ്ങിക്കോളും. അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നതിനൊപ്പം രമ്യ ഇത്തിരി ശകാരിക്കുകയും കൂടി ചെയ്തു. കരഞ്ഞതല്ല, സന്തോഷം വന്നിട്ടാ. പെണ്ണിന്റെ മുഖം കൂർത്തു. സന്തോഷം വന്നിട്ടായാലും നീ ഇപ്പൊ കരയണ്ട. ഇനി കരയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഈ കേക്ക് കട്ട് ചെയ്തിട്ട് കരഞ്ഞോ. മുന്നിൽ ചോക്ലേറ്റിന്റെ ഒരു കുഞ്ഞു കേക്ക്, അതിലും അമലു. അവളുടെ കണ്ണുകൾ പിന്നെയും തേടിപ്പോയത് അവനെയായിരുന്നു. നിനക്ക് വേണ്ടി മാത്രം സാർ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ ആള് ഇതിന്റെ പുറകെയായിരുന്നു. സോ ദിസ് ഈസ് വെരി സ്പെഷ്യൽ ആമ്പലു. രമ്യയുടെ പറച്ചിൽ കേട്ടതും അവൾ ഏതിനെ നോക്കിയൊന്ന് ചുണ്ടനക്കി. മറ്റാരും കാണാതെ, മറ്റാർക്കും മനസ്സിലാവാതെ ആ ചുണ്ടുകളുടെ ചലനം അറിഞ്ഞ പോലെ ഏതനും മെല്ലെ ചുണ്ടുകൾ ചലിപ്പിച്ചു. അവൾക്ക് മാത്രം മനസ്സിലാക്കാനായി. ഹാപ്പി ബർത്ത്ഡേ. കഷ്ടമുണ്ട് കേട്ടോ രമോ. ഇനി എന്തിനാ കണ്ണു മൂടുന്നേ? അതാണ് അടുത്ത സർപ്രൈസ് ഡിയർ. ഇനിയുമോ? അതേലോ, ഇനിയും. ആസിയുടെ കൂവലായിരുന്നു ചെവിയിൽ. കാത് തുളഞ്ഞു പോകൂലോ ചെക്ക. ചിൽ ടീച്ചറമ്മേ, ചിൽ. ടീച്ചറിന്റെ കവിളിൽ ഒന്ന് നുള്ളി വിട്ടുകൊണ്ട് ആസിയുടെ പറച്ചിൽ കേട്ടതും എല്ലാവരും ഒരുപോലെ ചിരിച്ചുപോയി. ഓക്കെ, അപ്പോ ആമ്പലു, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. 9, 8, 7. രമു കൈ വിടർത്തിയതും മുന്നിലുള്ള ആളെ കണ്ട് ആമ്പലു ഞെട്ടിപ്പോയി. വിഷ്ണുവേട്ടൻ. സന്തോഷായോ എന്റെ കുട്ടിക്ക്? തന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവളെ ഒന്നോടെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു വിഷ്ണു. അവിടെ ഇപ്പൊ നോക്കിയ പെണ്ണ് കണ്ണൊക്കെ നിറച്ചാണ് നിൽപ്പ്. ഈ കൊച്ച്. സ്നേഹത്തോടെ ശാസിച്ച് വിഷ്ണു ആ തലയ്ക്കൊന്ന് കൊട്ടി. എന്താ മോനെ ലേറ്റായേ? പെങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നവനോട് സ്നേഹത്തോടെ പോയി ടീച്ചർ കുശലം തിരക്കി. അത് പിന്നെ ടീച്ചറെ, ഇവൻ വിളിക്കുമ്പോൾ ഞാൻ ഓഫീസിലാ. അപ്പോഴാ നിന്ന നിൽപ്പിൽ ഇവിടെ വരണം, കാണണം എന്നൊക്കെ പറഞ്ഞുള്ള ഇവന്റെ ബഹളം. അപ്പൊ പിന്നെ ഒക്കെ ഒന്ന് ഒതുക്കി അതൊക്കെ കൂടെ ഉള്ളവരെ ഏൽപ്പിച്ചിട്ട്
ഇവിടെ വരെ വരാൻ ഈ നേരമായി പോയി. ടീച്ചറോട് പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ നോട്ടം പോയത് ഏതനിലായിരുന്നു. നീ ഇങ്ങനെ ദഹിപ്പിച്ച് നോക്കാൻ കേക്ക് കട്ടിങ് ഒന്നും കഴിഞ്ഞില്ലല്ലോ. അതിനു മുന്നേ തന്നെ ഞാൻ ഓടിപ്പാഞ്ഞ് എത്തിയില്ലേ. അത് കഴിഞ്ഞെങ്ങാണോ ആണ് നീ വന്നിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞേനെ. വിഷ്ണുവിനരികിലേക്ക് ചെന്ന് തോളിൽ മെല്ലെ ഒന്ന് കെട്ടിപ്പിടിച്ച് പറയുന്നതിന്റെ വാക്കുകളിൽ ആമ്പലുവിന്റെ കണ്ണുകൾ അവനിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയി. അപ്പൊ ഏതൻ സാറേ, എല്ലാരും വന്നല്ലോ, നമുക്ക് കേക്ക് കട്ട് ചെയ്തൂടെ? അവനൊന്ന് മൂളിയതും എല്ലാരും കൂടി അവളെ പിന്നെയും കേക്കിന് മുന്നിലായി കൊണ്ടു നിർത്തി. ആദ്യം നീ മെഴുകുതിരി ഊരിയെ, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം. കേക്കിന് മുകളിലെ മെഴുകുതിരിയിൽ നോക്കിക്കൊണ്ട് ആസി പറഞ്ഞതും അനുവാദം തേടി ആ മിഴികൾ പിന്നെയും ഏതനരികിലേക്ക് ചെന്നു. അവൻ കണ്ണ് ചിമ്മിയത് നോക്കിയാണവൾ മെല്ലെ അത് ഊതിയത്. എന്റെടി, അതണയാൻ നിന്നെപ്പോലൊന്നും ഊതിയാ പറ്റില്ല. ദേ ഇങ്ങനെയാ ഊതേണ്ടത്. പറയുന്നതിനൊപ്പം തന്നെ ആസിയും നൗഫിയും രണ്ടു ഭാഗത്തു നിന്നും മെഴുകുതിരി ഊതിക്കെടുത്തി. അങ്ങനെ ആ പ്രശ്നം ഒഴിവായെങ്കിലും അടുത്ത പ്രശ്നം അപ്പോൾ തന്നെ മുന്നിലേക്ക് വന്നു. കട്ട് ചെയ്ത കേക്കിന്റെ ആദ്യ ഭാഗം ആർക്ക് കൊടുക്കുമെന്നുള്ളത്. കയ്യിലിരുന്ന കേക്കുമായി പകച്ചു നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഏതന്റെ ചുണ്ടിൽ നിറഞ്ഞത് പുഞ്ചിരിയായിരുന്നു. നീ എന്തിനാടാ ഇങ്ങനെ ചിരിക്കുന്നത്? അവരിൽ നിന്നൊക്കെ കുറെ മാറി ആമ്പലുവിനെ നോക്കി ചിരിക്കുന്നവന്റെ തോളിലൊന്ന് തട്ടി വിഷ്ണു ചോദിച്ചു. അത് ചുമ്മാ. അത് വിട്, എന്തോ കാര്യമുണ്ട്, പറയടാ. വിഷ്ണു ഒന്നുകൂടി കൂട്ടി ചോദിച്ചതും അവൻ നേരെ തിരിഞ്ഞു. എടാ, ഇതിപ്പോ നീ ലവളെ നോക്കിയേ, ആകെ പെട്ടല്ലേ നിൽപ്പ്. രമ്യ അവളുടെ ചങ്കാണെങ്കിൽ ആസിയും നൗഫിയും അവളുടെ ചങ്കിടിപ്പുകൾ തന്നെയാണ്. അപ്പൊ പിന്നെ ഇതിൽ ആർക്ക് കൊടുത്താലും മറ്റു രണ്ടുപേർ പ്രശ്നമുണ്ടാക്കും. ആഹാ, പറഞ്ഞ പോലെ അത് നേരാണല്ലോ. എങ്കിൽ പിന്നെ അവൾ ആർക്കാ ആദ്യം കൊടുക്കുന്നതെന്ന് എനിക്കും ഒന്ന് കാണണം. അടുത്തവനും ആ കാഴ്ച കാണാനായി അവനൊപ്പം തന്നെ നിന്നു. എന്നാൽ 3 പേർക്കിടയിലും നിന്ന് കിടന്ന് കറങ്ങുന്ന ആമ്പലിന്റെ അടുത്തോട്ട് ടീച്ചർ പോയി നിന്നു. മോള് ആദ്യം എടുത്ത ഈ പീസ് 3 ആക്കിയിട്ട് 3 പേർക്കും അങ്ങ് കൊടുക്ക്. ശോ, നശിപ്പിച്ചല്ലോ ടീച്ചറമ്മേ. അല്ലെങ്കിൽ ഈ പേരും പറഞ്ഞ്, അറിയാടാ, ഈ പേരും പറഞ്ഞ് നിനക്ക് 3നും അവളെ ഇട്ട് വട്ടം കറക്കണം. അതായിരുന്നില്ലേ ആഗ്രഹം. അവർക്ക് കൊടുത്ത് ടീച്ചറിനും വിഷ്ണുവിനും കൊടുത്തിട്ടായിരുന്നു ഏതന്റെ ഊഴം. ഇതിനിടയിൽ ഏതനാണ് കേക്ക് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞ വിഷ്ണു അടക്കം എല്ലാരും അവന്റെ കേക്കിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ടായിരുന്നു. കേക്ക് തരാനായി കേക്കും കൊണ്ട് വരുന്നവളെ നോക്കി ഏതൻ സോപാനത്തിൽ ചാരിയിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ കണ്ണുകളിൽ പോലും പുഞ്ചിരി നിറച്ചു വരുന്നവളുടെ പുഞ്ചിരിക്ക് അന്ന് പതിവിലും സൗന്ദര്യമുണ്ടായിരുന്നു. കേക്ക്. അവളൊരു പീസ് അവന് മുന്നിലേക്ക് നീട്ടി. അമല് കഴിച്ചിരുന്നോ? എന്നിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. തന്റെ കയ്യിലിരുന്ന കേക്ക് രണ്ടായി മുറിച്ചുകൊണ്ട് ഒരു കഷ്ണം അവൾക്ക് നീട്ടി ചോദിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞല്ലോ. അത് മറ്റുള്ളവരല്ലേ പറഞ്ഞേ, ഞാൻ അതല്ല ചോദിച്ചത്. അമലൂന് കേക്ക് ഇഷ്ടായോന്നാ. ഓരോ വാക്കായി എടുത്തെടുത്ത് അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. കയ്യിലേക്ക് വാങ്ങിയ കേക്ക് പാതി മുറിച്ചവൾക്ക് കൊടുത്തതും അതും വാങ്ങി അവൻ അരികിലേക്ക് തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ അന്ന് വരെ അവളിലുണ്ടായിരുന്ന ഒരു സങ്കോചവും ആ നിമിഷം അവളിൽ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ പോകുമ്പോഴും എല്ലാവരും തമ്മിൽ ഭയങ്കര ബഹളമായിരുന്നു. ഇതിനിടയിൽ വിഷ്ണു ഇവിടെ വന്നിട്ടുണ്ടെന്ന് അശോകനോട് വിളിച്ചു പറയുകയും ചെയ്തു. അവിടുത്തെ പരിപാടികളെല്ലാം കഴിയുമ്പോൾ ആമ്പലിനെ അവൻ കൂട്ടിക്കൊണ്ടു വന്നോളാം എന്ന് പറഞ്ഞതും അശോകൻ അതിനെ ശരിവെച്ചു. ഏതൻ ആഹാരം എടുത്തു വെക്കാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണെന്ന് കണ്ടവരും തല്ലുണ്ടാക്കുന്നവരെ ശല്യപ്പെടുത്താതെ ടീച്ചറിനൊപ്പം ആമ്പലും അകത്തേക്ക് ചെന്നു. 3 പേരും കൂടിയാണ് എല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചത്. ജഗ്ഗിലെ വെള്ളവുമായി ആമ്പൽ പുറത്തേക്ക് നടന്നതും പാവാടയുടെ ഇറക്കത്തിൽ തട്ടി അവള് മുന്നേ വേച്ചുപോയി. വീഴാതെ പെണ്ണ് പാതകത്തിൽ പിടിച്ചു നിവരുമ്പോൾ കാണുന്നത് അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഏതനെയാണ്. കണ്ണുകൾ കൂട്ടിയടച്ച് നാവിൻ തുമ്പ് കടിച്ചു പിടിച്ചു നിൽക്കുന്നവളുടെ ഭാവം കാണെ ഉണ്ടായ ദേഷ്യമെല്ലാം അകന്നു പോകുന്ന പോലെ തോന്നിയതിന്. ഒന്നും ചെയ്യാതെ അടങ്ങി നിന്നേ നീ, അല്ലെങ്കിൽ തന്നെ ഒരു നടത്തത്തിൽ 2 വീഴ്ച പതിവാണ്. അവളുടെ കൈത്തുടയിൽ പിടിച്ച് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഏതൻ ഒരിത്തിരി ദേഷ്യപ്പെട്ടതും പെണ്ണിന്റെ മുഖം പിണക്കം കൊണ്ട് നിറഞ്ഞു. ഞാൻ വീഴാറൊന്നുമില്ല. എന്തോ? എങ്ങനെ? കേട്ടില്ല. അവൻ ചിരിച്ചതും തന്നെ കളിയാക്കിയാണെന്ന് കണ്ട് അവളുടെ മുഖം പിന്നെയും ചുവന്നു. അപ്പോഴേക്കും എല്ലാവരും കഴിക്കാനായി വന്നിരുന്നു. തന്നോട് വാശി പിടിച്ച് മാറി നിൽക്കുന്നവളെ കയ്യിൽ പിടിച്ച് ഏതനാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്തു പറ്റി സർ? പെണ്ണിനെ നോക്കി രമുവാ ചോദിച്ചേ. ഞാനൊന്ന് വഴക്ക് പറഞ്ഞു, അതിന്റെയാണ്. അത്രേ ഉള്ളൂ? ഞാൻ കരുതി എന്തോ അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന്. ഇനി കാര്യങ്ങളൊക്കെ പിന്നെ.
സാറേ വേഗം ഫുഡ് വിളമ്പിക്കേ, വിശന്നിട്ട് വയ്യ. ആസി ബഹളം വെച്ചതും ടേബിളിന്റെ പുറത്തിരുന്ന ബിരിയാണി ടീച്ചർ വിളമ്പാൻ തുടങ്ങി. അമ്മേ, ഇവളെ കൂടി പിടിച്ചിരുത്തിയേ, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല ഇവള്, എന്നിട്ട് അമ്മയിരിക്കെ ഞാൻ വിളമ്പിത്തരാം. വിളമ്പി തുടങ്ങിയ ടീച്ചറിനെയും അവിടെ പിടിച്ചിരുത്തി ഏതനാണ് എല്ലാവർക്കും ആഹാരം വിളമ്പിയത്. ഈ നേരമെല്ലാം പുട്ടിന് പീര പോലെ വിഷ്ണുവും രമ്യയും തമ്മിലുള്ള വഴക്ക് മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. നീ എന്താ കഴിക്കാത്തെ, ഇഷ്ടമായില്ലേ? എല്ലാരും തന്റെ ആഹാരത്തെ പുകഴ്ത്തിക്കൊണ്ട് കഴിച്ചിട്ടും ഒരുത്തി ബിരിയാണിയിൽ വിരലിട്ട് കറക്കുന്നതല്ലാതെ കഴിക്കുന്നില്ല എന്ന് കണ്ട് ഏതൻ അത്രയും മെല്ലെയാണ് ചോദിച്ചത്. അവള് കുനിഞ്ഞിരുന്നോണ്ട് തന്നെ പരിഭവം നിറച്ചവനെ നോക്കി. കഴിക്കാൻ വന്നേ. ഞാൻ പിന്നെ വിളമ്പണ്ടേ? കേട്ടപാടെ കണ്ണുകൾ വെട്ടിച്ച് കുനിഞ്ഞിരുന്നു പെണ്ണ്. ഇനി അതിന് മുഖം വീർപ്പിക്കണ്ട. ആകെ 6 പേർക്ക് ഇരിക്കാവുന്ന ടേബിളിന്റെ കസേര ഇല്ലാത്തതുകൊണ്ട് അവൻ പിന്നെ ഇരിക്കാമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ താനും കൂടി ഒപ്പം ഇരിക്കാതെ അവൾ കഴിക്കില്ലെന്ന് തോന്നിയതും അപ്പുറത്തു കിടന്ന ഒരു കസേരയുമായി ഏതൻ ആമ്പലിനരികെ സ്ഥാനം പിടിച്ചു. പക്ഷെങ്കിൽ ആ ഇരുത്തം പരസ്പരമുള്ള ഹൃദയത്തിലേക്കായിരുന്നു എന്ന് ആ നിമിഷം ഇരുവരും അറിഞ്ഞിരുന്നില്ല. അപ്പൊ കഥ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതിന്റെ മുന്നത്തെ പാട്ട് രാവിലെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ അതും കൂടി പോയി വായിക്കണേ. നന്ദി. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പാട്ട് രാത്രി ഒരു 9 മണിക്ക് ശേഷം വരൂ കേട്ടോ. എല്ലാവരും അതും കൂടി കേൾക്കാൻ ശ്രമിക്കണേ.